കലോത്സവത്തിൽ ആട്ടമേറെ കണ്ട മലപ്പുറത്തെ സദസ്സ് ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യവേദിയിൽ ഈ നൃത്തം കണ്ട് ആദ്യം ഒന്നമ്പരന്നു. സംഘാടകർ ഉപയോഗിച്ച പാട്ടിന്റെ CD മാറിപ്പോയെന്നാണ് അവർ ആദ്യം കരുതിയത്. സദസ്സിൽ ചെറിയൊരു കൂവലിന്റെ അലകൾ. എന്നാൽ അത് നീണ്ടു നിന്നില്ല. നർത്തകി പരിഭ്രമങ്ങൾ ഏതുമില്ലാതെ ഖുർആൻ സൂക്തങ്ങൾക്കനുസരിച്ച് ചുവടുവെച്ചു. കോഴിക്കോട് സിൽവർ ഹിൽസ് സ്കൂളിലെ അഞ്ജനയായിരുന്നു ഭരതനാട്യത്തിൽ പൊതുപരീക്ഷണം നടത്തിയ നർത്തകി. കഴിഞ്ഞ കേരള സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യത്തിലെ 1ാം സ്ഥാനക്കാരി. വാവരസ്തുതിയാണ് അഞ്ജന വേദിയിൽ അവതരിപ്പിച്ചത്. പദം പാടുന്നതിന് മുമ്പാണ് ഖുറാനിൽ നിന്നെടുത്ത സൂക്തങ്ങളും ബാങ്കുവിളിയും ഉണ്ടായത്. ഗുരു ഹർഷൻ സെബാസ്റ്റ്യൻ ആന്റണിയും പാട്ടെഴുതിയ തൃശൂരിലെ കണ്ണൻ മാസ്റ്ററും കോഴിക്കോട് സ്വദേശി യാസിറും ചേർന്നാണ് ഖുറാൻ സൂക്തങ്ങളാടിയ ഭരതനാട്യത്തിന് പദമൊരുക്കിയത്. പരീക്ഷണം വിജയിച്ചതായി സദസ്സ് ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്നും മതേതര മലപ്പുറത്തിന് തങ്ങളുടെ സംഭാവനയാണിതെന്നും അഞ്ജനയും ഗുരു ഹർഷനും പറഞ്ഞു. ബാല്യകാലം മുതൽ നൃത്തം എന്നൊരു വിഭാഗത്തിന് മതവൽക്കരിക്കപ്പെടാൻ ഒട്ടും താല്പര്യമുള്ള വ്യക്തിയല്ലായിരുന്നു ഞാൻ. പണ്ട് തൊട്ട് തന്നെ ഞാൻ ശിവസ്തുതികളും ഒക്കെ ചെറുപ്പകാലത്ത് പഠിക്കുമെങ്കിലും ഞാനിങ്ങനെ എൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, എന്തുകൊണ്ട് ബൈബിളിനെയും ഖുറാനെയും ബേസ് ചെയ്തിട്ട് ഒരു ഐറ്റം വരുന്നില്ല. ഭയങ്കര സന്തോഷം, ഒരു അത്ഭുതമായിട്ട് തോന്നി. ഇതുവരെ ആരും കൊണ്ടുവരാത്തൊരു തീം അതെനിക്ക് ഈ വേദിയിൽ, അത് സ്റ്റേറ്റ് കലോത്സവത്തിൽ എനിക്കിവിടെ ചെയ്യാൻ പറ്റും. ഭയങ്കര സന്തോഷം തോന്നി. പുതിയ പരീക്ഷണം മത്സരഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നില്ല അഞ്ജനയ്ക്കും ഗുരുവിനും. നൃത്തത്തിൽ പുതുപരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇരുവരുടെയും തീരുമാനം. ടീം ഇന്ത്യ വിഷനു വേണ്ടി ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം ബിനീഷ് അരവിന്ദൻ.